പ്രവാചകന്റെ കൂട്ടുകാരാകാനുള്ള മൂന്നാമത്തെ വഴി എന്തെന്നറിയോ? അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അനസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, സഹാബാ അനബകാ ഫിൽ യതീമി ഫീ ജന്നതി ഹകദാ. റസൂലുള്ളാഹി പറയുന്നു, സഹാബത്തേ, യതീമായ മക്കളെ സ്നേഹിക്കുന്നവരുണ്ടല്ലോ, അതാ യതീമായ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് ഭക്ഷണം കൊടുക്കുന്നവരുണ്ടല്ലോ, അവർക്ക് മഹത്വം നൽകുന്നവരുണ്ടല്ലോ, അവര് നാളെ സ്വർഗത്തിൽ എന്റെ കൂടെ ഒരുമിച്ചാണെന്ന് അസ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞു തരുമ്പോൾ, പടച്ചവര്, പ്രവാചകൻ യതീമായിരുന്നു. ജനിക്കുന്നതിന് മുമ്പേ വാപ്പ മരണപ്പെട്ടു, കണ്ടു കൊതിതീരുന്നതിന് മുമ്പേ ഉമ്മ മരണപ്പെട്ടു. അതാ താഗമ തണലുമായി നിന്നവർ ഓരോന്നായി പടച്ചവനെ തന്റെ ജീവിതത്തിൽ നിന്ന് വിട്ടു പിരിഞ്ഞു പോയപ്പോ അതിന്റെ വേദന എന്താണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകനറിയാ, അതിന്റെ പ്രയാസം എന്താണെന്ന് പ്രവാചകനറിയാ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, യതീമായ മക്കളെ സ്നേഹിക്കുന്നവരുണ്ടല്ലോ, യതീമായ മക്കളെ സഹായിക്കുന്നവരുണ്ടല്ലോ, യതീമായ മക്കളെ സന്തോഷിപ്പിക്കുന്നവരുണ്ടല്ലോ, അവര് നാളെ സ്വർഗത്തിൽ എന്റെ കൂടെയാണ് സഹാബാ. പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തില്, നമ്മുടെ പരിസരങ്ങളില് എത്രയോ യതീമായ മക്കളുണ്ട്, എത്രയോ യതീമീങ്ങളുണ്ട്, കഴിക്കാൻ ഭക്ഷണമില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. അല്ലാഹുവേ, തിരിഞ്ഞു നോക്കാതെ നടക്കുമ്പോ, അവരെ കാണാതെ നടക്കുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, യതീമായ മക്കളെ നിങ്ങൾ തെരഞ്ഞു നടക്കണേ. അവരുടെ സ്ഥാനം എന്താണ്, അവരുടെ മഹത്വം എന്താണ്, എനിക്കും നിങ്ങൾക്കും അറിയാത്തത് കൊണ്ടാണ്. ഒരു യതീമിന്റെ മഹത്വം എന്തെന്ന് നമുക്കറിയാത്തത് കൊണ്ടാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാ, സഹോദരാ, ഒരു യതീമിന്റെ വില നിനക്കറിയുമായിരുന്നെങ്കിൽ, ഒരു യതീമിന്റെ മഹത്വം നിനക്കറിയുമായിരുന്നെങ്കിൽ, യതീമായ മക്കളെ തെരഞ്ഞു നീ നടക്കുമായിരുന്നു. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, ആരെങ്കിലും ഒരു യതീമായ കുട്ടിയുണ്ടല്ലോ, പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യന് യതീമായ ഒരു കുഞ്ഞിന്റെ തലയിൽ കൈവച്ചിട്ട്, പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, യതീമായ ഒരു കുഞ്ഞിന്റെ തലയിൽ കൈവച്ചിട്ട് ഏതെങ്കിലും ഒരു മനുഷ്യൻ അല്ലാഹുവിന്റെ തൃപ്തി മാത്രം കരുതിയിട്ടൊന്ന് തടകിയാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യതീമായ ഒരു കുഞ്ഞിന്റെ തലയിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ കൈകൊണ്ട് ഇങ്ങനെ തടകിയാൽ എത്ര രോമങ്ങൾ നിന്റെ കയ്യിൽ കൊള്ളുന്നുണ്ടോ അത്രയും പാപം അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറ നബി മുഹമ്മദ് മുസ്തഫ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യതീമായ ഒരു കുട്ടി, അത് ഫോട്ടോ എടുക്കാനും ഫ്ലെക്സ് വെക്കാനും ഒന്നുമല്ല, ഒരു യതീമായ കുഞ്ഞിനെ കാണുമ്പോ, മോനെ നിന്റെ വാപ്പ ഇല്ലെങ്കിലും ഞങ്ങളൊക്കെ ഉണ്ടടാ, നീ പേടിക്കണ്ട എന്ന് പറഞ്ഞു സ്നേഹത്തോടെ ഒരു യതീമിന്റെ തലയിൽ ഇങ്ങനെ തടകണം. കാരണം നിന്റെ ജീവിതത്തിൽ ചെയ്ത പാപങ്ങൾ പൊറുക്കാനുള്ള എളുപ്പവഴി. ഹജറുൽ അസ്വദ് ചുംബിച്ചാൽ നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരും. അതിന് നീ മക്കത്ത് വരെ പോകണം, പൈസ മുടക്കി അവിടെ പോയാൽ അത് പറ്റാൻ, അതിനുള്ള ഭാഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ മുത്താൻ കഴിയൂ, അതിലൊന്ന് തൊടാൻ കഴിയൂ. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യതീമിന്റെ തലയിൽ തലോട്, അല്ലാഹു നിന്റെ പാപം പുറത്തു തരുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. നമ്മുടെ വീടിന്റെ പരിസരത്ത് എത്രയോ യതീമുകൾ, നമ്മുടെ കുടുംബത്തിൽ എത്ര യതീമുകൾ നമ്മൾ തിരിഞ്ഞു നോക്കാറില്ല. അവരുടെ മഹത്വം, അവരുടെ പവിത്രത, അവരുടെ സ്ഥാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യതീമു സന്തോഷത്തോടുകൂടി കഴിയുന്ന വീട് ആകാശത്തിന്റെ കീഴിലെ ഏറ്റവും മനോഹരമായ വീടാണെന്ന് നബിയിനാ റസൂലുള്ളാഹി. ഏറ്റവും മനോഹരമായ വീട്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വീട്, യതീമു സന്തോഷത്തോടുകൂടി കഴിയുന്ന വീട്. ഏറ്റവും വെറുത്ത വീട്, ആകാശത്തിന്റെ കീഴിലെ ഏറ്റവും നശിച്ച വീട്, യതീമിന്റെ കണ്ണുനീര് വീഴുന്ന വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഞങ്ങളെയൊക്കെ പെട്ടെന്ന് മരിപ്പിച്ച് ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ലേ തമ്പുരാനെ. ഉറക്കപ്പറ, അല്ലാഹു ഞങ്ങളെ നീ പെട്ടെന്ന് മരിപ്പിച്ച് ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ലേ തമ്പുരാനെ. സംഘാടകർ ബക്കറ്റ് എടുത്തു, ചെറിയ മക്കൾ, അല്ലാഹുവേ ഇൽമു പഠിക്കുന്ന, ഖുർആൻ പഠിക്കുന്ന മക്കൾ നിങ്ങളുടെ മുന്നിലേക്ക് വരികയാ. ആരും മോശിന് കൊടുക്കണ്ട, ഇത് കൊടുത്താലുള്ള നേട്ടം നിനക്ക് തന്നെയാ.
ഈ ബക്കറ്റിന്റെ അകത്തേക്ക് നീ എന്തെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ട് നീ സദക്ക കൊടുത്താൽ അതുകൊണ്ടുള്ള നേട്ടം സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാരകമായ ക്യാൻസർ എന്ന് പറയുന്ന രോഗം പനി പടർന്നുകൊണ്ടിരിക്കുകയാണ്. പനി പടരുന്നത് പോലെ ക്യാൻസർ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാൻസർ വന്നതിന് ശേഷം അല്ലാഹു പടച്ചവനെ എന്റെ വീട് മദ്രസയ്ക്ക് കൊടുക്കാം, പള്ളിക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ മാറണമെന്നില്ല. എന്റെ പ്രിയമുള്ളവരെ, 2 കിഡ്നി അത് തകർന്നുപോയി, മാറ്റിവെക്കണമെങ്കിൽ 30 ലക്ഷം രൂപ, 25 ലക്ഷം രൂപ. എന്റെ സഹോദര, മാറ്റിവെച്ചാൽ തന്നെ രക്ഷപ്പെടണമെന്നില്ല. ഈ അടുത്ത് എന്റെ വീടിന്റെ പരിസരത്ത് എന്റെ കൂടെ പഠിച്ചൊരു ഉസ്താദ്, സജീർ ഉസ്താദ്, അദ്ദേഹത്തിന്റെ കിഡ്നി, തന്റെ ഭാര്യയുടെ കിഡ്നി എടുത്തു വെച്ച് 3 ദിവസം എടുത്തു കളഞ്ഞു, രണ്ടും പോയി. എന്റെ പ്രിയമുള്ളവരെ, എടുത്തു വെച്ചാൽ തന്നെ അതിനും ലക്ഷങ്ങൾ ചിലവഴിച്ചാലും എന്റെ പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടണമെന്നില്ല. പക്ഷെ ഈ ബക്കറ്റ് മുന്നിലേക്ക് വരുമ്പോ ആ ഖുർആൻ പഠിക്കുന്ന കുഞ്ഞിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് അൽഹംദുലില്ലാ, അള്ളാന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന കുഞ്ഞാണല്ലോ, അവന് വേണ്ടിയാണല്ലോ ഒരു നല്ല സദക്ക കൊടുക്ക്. അള്ളാഹുവെ വിപത്തുകൾ തട്ടിമാറ്റുമെന്ന് നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയമുള്ളവരെ, മാരകമായ രോഗങ്ങൾ, മരണങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നലെ മെലഞ്ഞാന്ന് ഞാൻ കാസർഗോഡ് ജില്ലയിൽ എന്റെ പ്രിയമുള്ളവരെ, എന്റെ ഒരു കൂട്ടുകാരന്റെ പിതാവ് മരണപ്പെട്ടു. ഞാൻ ആ വീട്ടിൽ പോയി. അപ്പൊ പറഞ്ഞു, ഉസ്താദെ, ഒരടുത്ത് എന്റെ ബന്ധുവിന്റെ ഒരു വീടുണ്ട്, അങ്ങോട്ടൊന്ന് വരണം. ഞാൻ പറഞ്ഞു, ഞാൻ വരൂല. കാരണം എന്തേ? നാട്ടിലേക്ക് വരാൻ പെട്ടി കെട്ടി വെച്ചിരുന്ന ചെറുപ്പക്കാരൻ. തന്റെ ഭാര്യ പ്രസവിച്ചിട്ട് 6 മാസം നാട്ടിലേക്ക് വന്ന് ഭാര്യയെ കൊണ്ടുപോകാൻ, നാട്ടിലേക്ക് വരാനുള്ള പെട്ടി വരെ കെട്ടിവെച്ചിരുന്ന ചെറുപ്പക്കാരൻ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നലെ രാത്രി 2 മണിക്കുള്ള ഫ്ലൈറ്റിൽ കൊണ്ടുവന്നു. അവന്റെ മയ്യത്ത് കരണ്ടടിച്ചിട്ട്, ഷോക്കടിച്ചിട്ട് മരണപ്പെട്ടു പോയി ആ ചെറുപ്പക്കാരൻ. അള്ളാഹു പൊന്നുമോന്റെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. കാത്തിരുന്നവൻ ടിക്കറ്റ് എടുത്തു വെച്ചിരുന്ന അതേ ഫ്ലൈറ്റിന്റെ അകത്ത് തന്നെ അവന്റെ മയ്യത്ത് പെട്ടിയിലാക്കി കൊണ്ടുവന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു അങ്ങനെയുള്ള മരണങ്ങളെ തൊട്ട് കാക്കുമാറാകട്ടെ. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് സദക്ക കൊടുക്ക്. സദക്ക വിപത്തുകളെ തട്ടിക്കളയും. മാരകമായ രോഗങ്ങൾ, ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ, എത്രയോ സദസ്സുകളിൽ ക്യാൻസർ രോഗങ്ങൾ വരെ മാറ്റുക സദക്ക കൊടുത്തിട്ട് മാറിപ്പോയ എത്രയോ സംഭവങ്ങൾ നമുക്കറിയാം. അതുകൊണ്ട് അകമഴിഞ്ഞ് സദക്ക ചെയ്യും. അള്ളാഹു നമ്മുടെയൊക്കെ മാരകമായ രോഗങ്ങളെ തൊട്ട് അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവർ, ഇന്ന് നമ്മൾ കാണുന്ന കാഴ്ച, യതീമുകൾ നമ്മുടെ വീട് തേടി വരും. യതീമീങ്ങൾ നമ്മുടെ വീട് തേടിയിട്ട് വരിക. യതീമ, എന്റെ മക്കളെ കെട്ടിക്കിടം, എന്തെങ്കിലും തായ് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരുന്നു. സംഘടനകളെ തേടികെട്ടി യതീമായ മക്കൾ ഇങ്ങോട്ട് വരുന്നു. സത്യത്തിൽ അവരുടെ മഹത്വം നമുക്കറിയുമായിരുന്നെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോയനെ. യതീമായ മക്കളെ റസൂലുള്ളാഹി തങ്ങൾ വിരലിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, യതീമിനെ സഹായിക്കുന്നവൻ സ്വർഗത്തിൽ എന്റെ കൂടെ ഇങ്ങനെ, ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ. പ്രവാചകൻ തന്റെ കൈയുടെ വിരലുകൾ കാണിച്ചിട്ട് പറഞ്ഞു, കാരണം പ്രവാചകൻ യതീമായിരുന്നു. ഒരു യതീമായ കുഞ്ഞിന്റെ വേദന, പ്രയാസം അതറിയാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ നാട്ടില് ഞാനൊരു കോളേജിലേക്ക് കടന്നുപോയി. ഉസ്താദിനെ കാണാൻ പോയി. നോക്കുമ്പോ കുട്ടികൾ ആരുമില്ല. ഞാൻ ചോദിച്ചു, ഒരു വിദ്യാർത്ഥി മാത്രം, ഒരേ ഒരു കുട്ടി മാത്രം നിൽക്കുന്നു. അവനോട് ചോദിച്ചു, മോനെ ഉസ്താദ് എന്തേ? ഉസ്താദ് ഇല്ല. ഉസ്താദ് എവിടെ പോയി? ഞാൻ ചോദിച്ചു, കുട്ടികളൊക്കെ എന്തേ? എല്ലാരും വീട്ടിൽ പോയി. നബിദിനത്തിന്റെ ലീവിന് എല്ലാരും നാട്ടിൽ പോയി. ഞാൻ ചോദിച്ചു, നീ പോയില്ലേ? അവൻ കരയാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, നീ പോയില്ലേ? കരയാൻ തുടങ്ങി. പെട്ടെന്ന് വണ്ടിയിൽ നിന്നിറങ്ങി, എന്തേ പടച്ചോനെ ഇവൻ കരയുന്നത്? ഞാൻ അടുത്ത് എന്നിട്ട് ചോദിച്ചു, എന്തേ മോനെ കരയുന്നേ? നീ എന്തേ വീട്ടിൽ പോകാത്തെ? എനിക്ക് പോകാൻ ആരുമില്ല ഉസ്താദെ, വാപ്പ ഇല്ല, ഉമ്മ ഇല്ല. തീങ്കാനയിൽ പഠിക്കുന്ന പൊന്നുമോൻ, അള്ളാഹു ആ പൊന്നുമോന് നല്ല ജീവിതം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഉള്ളപ്പോൾ അതിന്റെ വിലയറിയില്ല, നഷ്ടപ്പെടുമ്പോഴേ അതിന്റെ വില. അതുകൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യതീമീങ്ങളെ സ്നേഹിക്ക്. അത് സഹാബത്തിന് അറിയാമായിരുന്നു. ഒരു യതീമിന്റെ വിലയെന്താ, ഒരു യതീമിന്റെ സ്ഥാനമെന്താ, ഒരു യതീമിനെ സ്നേഹിക്കുന്ന മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ, അത് സഹാബത്തിനറിയാം. അതുകൊണ്ടാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകനതാ യുദ്ധത്തിന് വേണ്ടി യതീമിന്റെ മഹത്വം പഠിച്ചോ. ഈ സദസ്സിലിരിക്കുന്ന ആണുങ്ങളും പെണ്ണുങ്ങളുമെല്ലാം യതീമായ ഒരു കുഞ്ഞിന്റെ വില പഠിച്ചോ. അള്ളാഹുവിന്റെ പ്രവാചകന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പ്രവാചകനതാ സ്വഹാബാക്കളെ മുഴുവനും വിളിച്ചുകൂട്ടി. ഒരു യുദ്ധത്തിന് വേണ്ടി സ്വഹാബത്തിനെ തിരഞ്ഞെടുക്കുകയാണ്. യുദ്ധത്തിന് വേണ്ടിയുള്ള സ്വഹാബത്തിനെ തിരഞ്ഞെടുക്കുകയാ. അള്ളാഹുവിന്റെ പ്രവാചകൻ എല്ലാ സ്വഹാബത്തിനെയും വിളിച്ചുകൂട്ടി. അതാ
പോകേണ്ടവരെ മുഴുവനും തെരഞ്ഞെടുത്തു. എന്നിട്ട് അവർക്ക് വേണ്ടി 3 അമീറന്മാരെ അല്ലാഹുവിന്റെ റസൂൽ തെരഞ്ഞെടുത്തു. ഒന്നാമത്തെ സ്വഹാബിയോട് പറഞ്ഞു, നീയാണ് യുദ്ധം നയിക്കേണ്ടത്, നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ. രണ്ടാമത്തെ സ്വഹാബിയോട് പറഞ്ഞു, നീയാണ് യുദ്ധം നയിക്കേണ്ടത്, നിനക്കും എന്തെങ്കിലും സംഭവിച്ചാൽ. മൂന്നാമത്തെ സ്വഹാബിയോട് പറഞ്ഞു, നീയാണ് നയിക്കേണ്ടത്, നിനക്കും എന്തെങ്കിലും സംഭവിച്ചാ. സഹാബാ, നിങ്ങളിൽ ആരെങ്കിലും യുദ്ധം നയിക്കണേ സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് യുദ്ധത്തിന് മുമ്പേ മരണം പറഞ്ഞു. ഒന്നാമത് നീ, രണ്ടാമത് നീ, മൂന്നാമത് നീ, 3 പേരും മരിക്കുമെന്നല്ലാന്റെ റസൂല് പറയാതെ പറഞ്ഞു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, സഹാബാ, യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുത്ത് വാ സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകൻ ഇത് പറയുമ്പോ സഹാബികൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. സഹാബികൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്. തന്റെ വീടുകളിലേക്ക് കടന്നു പോകുമ്പോ ആ പ്രവാചകൻ 3 അമീറന്മാരായി തെരഞ്ഞെടുത്ത സ്വഹാബികളിൽ രണ്ടാമത്തെ സ്വഹാബി ആരെന്നറിയോ? മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ് ജൗഫർ. ആ ജൗഫർ റളിയല്ലാഹു തആല അൻഹു തന്റെ വീട്ടിലേക്ക് കടന്നു പോകുമ്പോ വല്ലാത്ത സന്തോഷമാ. തുള്ളിച്ചാടിക്കൊണ്ടാണ് വീട്ടിലേക്ക് കടന്നു പോകുന്നത്. തന്റെ പ്രിയപ്പെട്ട ഭാര്യ വീടിന്റെ മുന്നിൽ കാത്തു നിൽക്കുകയാണ്. തന്റെ ഭാര്യ അസ്മാ റളിയല്ലാഹു തആല അൻഹ ഭർത്താവിനെയും കാത്ത് വീടിന്റെ മുന്നിൽ നിൽക്കുകയാ. അപ്പോഴാണ് ഭർത്താവ് ചിരിക്കുന്ന മുഖത്തോടെ വീട്ടിലേക്ക് കടന്നു വരുന്നത്. ആ സമയത്ത് അസ്മാ റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിക്കുന്നു, ജൗഫറേ, ഇത്ര സന്തോഷമെന്തേ ജൗഫർ? വല്ലാത്ത സന്തോഷമാണല്ലോ. ആ സമയത്ത് അവിടെന്ന് പറഞ്ഞു, അസ്മാ, അല്ലാഹുവിന്റെ പ്രവാചകൻ എന്നെ അമീറാക്കി തെരഞ്ഞെടുത്തു, എന്നെ യുദ്ധത്തിന്റെ അമീറാക്കി, അതുകൊണ്ടുള്ള സന്തോഷമാണ് അസ്മാ. പടച്ചവനെ, 2 പേരും അതാ വീടിന്റെ അകത്ത് കയറി ഭക്ഷണം കഴിച്ചു. 2 പേരും സന്തോഷത്തോടെ കിടന്നിറങ്ങി. പിറ്റേ ദിവസം രാവിലെ റബ്ബേ, യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹു തന്റെ പ്രിയപ്പെട്ട മക്കളോട് സലാം പറഞ്ഞു. തന്റെ മക്കളെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തു. എന്നിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് സലാം പറയുന്നു, അസ്മാ, ഇൻഷാ അല്ലാഹ് വിധിയുണ്ടെങ്കിൽ കാണാ, ഇല്ലെങ്കിൽ നാളെ പടച്ചറപ്പിന്റെ സ്വർഗ്ഗത്തിന്റെ മുന്നിൽ വെച്ച് കാണാ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് സലാം പറഞ്ഞിട്ട് ജൗഫർ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നുപോയി. അവിടുന്ന് സ്വഹാബികൾ യുദ്ധത്തിന്റെ യാത്ര തുടങ്ങി. അവസാനം മുഅത്തത്തിന്റെ രണാങ്കണത്തിൽ യുദ്ധം തുടങ്ങി. മുഅത്തത്തിന്റെ രണാങ്കണത്തിൽ സഹാബത്ത് യുദ്ധം തുടങ്ങി. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ഒന്നാമത്തെ സ്വഹാബി യുദ്ധക്കളത്തിലേക്ക് വെട്ടുകൊണ്ട് താഴെ വീഴുകയാ. ഒന്നാമത്തെ സ്വഹാബി വെട്ടുകൊണ്ട് താഴെ വീടു. ഇസ്ലാമിന്റെ കൊടി താഴെ വീടു. ജൗഫർ റളിയല്ലാഹു തആല അൻഹു ഓടിച്ചെന്നു. താഴെ വീണ കുടിയെടുക്കുകയാണ്. പടച്ചവനെ, അതാ കുടി ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് യുദ്ധം നയിക്കുമ്പോ അവിടത്തെ വലത് കൈ വെട്ടി മുറിച്ചു. ഇസ്ലാമിന്റെ കൊടി താഴെ വീണു. ജൗഫർ റളിയല്ലാഹു തആല അൻഹു താഴെ വീണ കൊടിയെടുക്കുകയാണ്. ഇടത് കൈ കൊണ്ട് ഉയർത്തിപ്പിടിച്ചു. മുന്നോട്ട് നടക്കുമ്പോ അവിടത്തെ ഇടത് കൈയും വെട്ടി മുറിക്കുകയാ. ഇസ്ലാമിന്റെ കൊടി താഴെ വീണു. ജൗഫർ റളിയല്ലാഹു തആല അൻഹു താഴെ വീണ കൊടിയതാ തന്റെ കൈ കൊണ്ട് ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. എന്നിട്ട് മുന്നോട്ട് നടക്കുമ്പോ അതാ മുട്ടുഭാഗം വെച്ച് കയ്യങ്ങ് വെട്ടിമുറിക്കുകയാ. ഇസ്ലാമിന്റെ കൊടി താഴേക്ക് വീണു. ജൗഫർ റളിയല്ലാഹു തആല അൻഹു തന്റെ പുറകിൽ നിൽക്കുന്ന സ്വഹാബിയോട് പറഞ്ഞതെടുത്ത് തന്റെ കക്ഷത്തിൽ വെച്ച് തരാ. ഇസ്ലാമിന്റെ കൊടിയതാ എടുത്ത് തന്റെ കക്ഷത്തിലേക്ക് വെക്കുമ്പോ തന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു. എന്നിട്ട് വിളിച്ചു പറഞ്ഞു, സ്വഹാബാ, സ്വർഗം വേണ്ടവരന്റെ കൂടെ വാ സഹാബാ. സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്ന സ്വഹാബാ.
ജൗഫർ റളിയല്ലാഹു തആല അൻഹു മുഅ്തത്തിന്റെ രണാങ്കണത്തിൽ ശത്രുക്കളുടെ നടുവിലേക്ക് പാഞ്ഞു കയറുകയാ. നാലു ഭാഗത്തു നിന്ന് ശത്രുക്കൾ വളയുകയാണ്. ജൗഫർ റളിയല്ലാഹു തആല അൻഹു അതാ ശത്രുക്കൾ വെട്ടി നുറുക്കി താഴെയിടുകയാണ്. റബ്ബേ, ജൗഫർ തങ്ങളെ മുഅ്തത്തിന്റെ രണാങ്കണത്തിൽ പിടഞ്ഞു വീടൂ. അല്ലാഹുവിന്റെ പ്രവാചകനായ യുദ്ധത്തിൽ പങ്കെടുത്തില്ല. അതാ ഒരു ദിവസം പള്ളിയിലെ നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് വിളിച്ചു പറഞ്ഞു, സഹാബാ, എന്റെ ജൗഫർ ഷഹീദായി. സഹാബാ, എന്റെ ജൗഫർ ഷഹീദായി. സഹാബാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറയുകയാ. എന്നിട്ട് പറഞ്ഞു, മരണവാർത്ത പറയണമല്ലോ, വീട്ടിൽ പോയി അറിയിക്കണമല്ലോ, ജൗഫറിന്റെ ഭാര്യയോടും മക്കളോടും മരണം പറയണമല്ലോ. ആരാ സ്വഹാബ നിങ്ങളിൽ പോകുന്നത്? ആരാണ് ജൗഫറിന്റെ വീട്ടിൽ പോയിട്ട് മരണവാർത്ത പറയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് ചോദിക്കുമ്പോ ഒരു സ്വഹാബി പോലും അനങ്ങുന്നില്ല, ഒരാൾ പോലും തയ്യാറാകുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകന് രണ്ടാമതും ചോദിച്ചു, സ്വഹാബ, ആരാണ് ജൗഫറിന്റെ വീട്ടിൽ പോയി പറയുന്നത്? എല്ലാവരും മിണ്ടാതിരിക്കുകയാണ്, എല്ലാവരും തലതാഴ്ത്തിയിരിക്കുകയാണ്. ആ സമയത്ത് അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, സ്വഹാബത്തേ, നിങ്ങൾക്ക് എന്തു പറ്റി സ്വഹാബ? ആരും തയ്യാറാകാത്തതിന്റെ സ്വഹാബ? അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെന്ന് ചോദിക്കുമ്പോ സ്വഹാബികൾ പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, ഞങ്ങൾക്ക് ചെന്ന് പറയാനുള്ള ധൈര്യമില്ല നബിയേ. ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിൽ ചെന്ന് അസുമാ എന്ന് പറയുന്ന ജൗഫറിന്റെ ഭാര്യയുണ്ടല്ലോ, ആ പെണ്ണിനോട് നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഷഹീദായെന്ന് പറയാ ഞങ്ങൾക്ക് ധൈര്യമില്ല നബിയേ. അതിന്റെ കാരണം എന്തെന്നറിയോ? ആ പെണ്ണിന് 19 വയസ്സേ ഉള്ള നബിയേ. 19 വയസ്സുള്ള ഒരു പെണ്ണിനോട് എങ്ങനെയാണ് നിന്റെ ഭർത്താവ് മരിച്ചു പോയെന്ന് ഞങ്ങൾ പറയുകയാ? എങ്ങനെയാ മനസ്സിലാക്കാൻ കഴിയുകയാ? എങ്ങനെയാ പെണ്ണിനെ സഹിക്കാൻ കഴിയുകയാ? അവിടെന്ന് പറഞ്ഞു, നബിയേ, ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന് 3 ആമക്കളാണുള്ളത്. 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള 3 പിഞ്ചു കുഞ്ഞുങ്ങളാണ് ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിനുള്ളത്. അതാ വീടിന്റെ മുന്നിൽ നിന്ന് കളിക്കുന്ന മക്കളോട് നിങ്ങളുടെ പ്രിയപ്പെട്ട ബാപ്പ മരിച്ചുപോയെന്ന് ഞങ്ങൾ എങ്ങനെ പറഞ്ഞു കൊടുക്കും നബിയേ? അതിനുള്ള ധൈര്യം ഞങ്ങൾക്കില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് തന്റെ മുന്നിലിരിക്കുന്ന സ്വഹാബത്ത് പറയുമ്പോ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ, മരണം പറയുമല്ലോ സഹാബാ, മരണം അറിയിക്കണമല്ലോ സഹാബാ. എങ്കിലും ആ സഹാബാ നമുക്കൊരുമിച്ച് പോയി പറയാ സഹാബാ, നമുക്കൊരുമിച്ച് പോയി പറയാ സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകന് പള്ളിയിൽ നിന്നിറങ്ങി സഹാബികൾ മുഴുവനും പ്രവാചകന്റെ പുറകെ നടന്നു. എല്ലാവരും ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിലേക്ക് നടക്കുകയാ. ആ സമയമുണ്ടല്ലോ അസ്മാ റളിയല്ലാഹു തആല അൻഹാ തന്റെ പൊന്നാര മക്കളെ കുളിപ്പിച്ചു. പൊന്നാര മക്കളെ കുളിപ്പിച്ചു, പുതിയ വസ്ത്രമെല്ലാം ധരിപ്പിച്ചു. വീടിന്റെ മുന്നിൽ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. കാരണം യുദ്ധം കഴിഞ്ഞ് സ്വഹാബികൾ വന്നു തുടങ്ങി. അതാ വാപ്പ വീട്ടിലേക്ക് കടന്നു വരുമ്പോ മക്കളെ കണ്ട സന്തോഷമാകുമല്ലോ. വീടിന്റെ മുന്നിൽ ഇങ്ങനെ മക്കളെ ഒരുക്കി നിർത്തിയിരിക്കുകയാ. അതാ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം അടുക്കളയിൽ വെച്ചുകൊണ്ടിരിക്കുകയാ. അപ്പോഴാണ് മക്കള് വിളിച്ചു പറയുന്നതും അല്ലാഹുവിന്റെ പ്രവാചകൻ വരുന്നുമ്മാ, അല്ലാഹുവിന്റെ
അള്ളാന്റെ റസൂല് വരുന്നുമ്മ. അതാ മക്കള് വിളിച്ചു പറഞ്ഞുകൊണ്ട് പ്രവാചകന്റെ മുന്നിലേക്ക് ഓടുകയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നു. അതാ മക്കള് മുത്തുനബിയുടെ കയ്യിൽ പിടിച്ച് മുസാഫഹത്ത് ചെയ്തു. പ്രവാചകന്റെ കയ്യിൽ പിടിച്ച് ചുംബിക്കുകയാണ്. എന്നിട്ട് ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കളുണ്ടല്ലോ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ പുറകിൽ നിൽക്കുന്ന സ്വഹാബത്തിന്റെ ഇടയില് ഞങ്ങളുടെ വാപ്പയുണ്ടോ പടച്ചവര്, ഞങ്ങളുടെ വാപ്പയുണ്ടോ പടച്ചവര്. മക്കളതാ വാപ്പയെ തിരയുകയാണ്, അതാ വാപ്പയെ തിരയുകയാണ്. അതാ ജൗഫർ തങ്ങളുടെ മക്കള് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞങ്ങളുടെ വാപ്പ എവിടെ നബിയേ? അല്ലാഹുവിന്റെ പ്രവാചകനോട് അതാ ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കള് വാപ്പയെ ചോദിക്കുമ്പോ പ്രവാചകന് സഹിക്കാൻ കഴിഞ്ഞില്ല. റസൂലുള്ളാഹിയുടെ കണ്ണ് നിറയുകയാണ്. 3 മക്കളെയും കെട്ടിപ്പിടിച്ചിട്ട് പ്രവാചകന് കരയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന് അവിടുന്ന് വിളിച്ചു പറഞ്ഞു, സ്വഹാബാ, ജൗഫറിന്റെ മക്കളെ ചുംബിക്ക് സഹാബാ. യതീമായ മക്കളെ കിട്ടിയപ്പോ, യതീമായ കുഞ്ഞുങ്ങളെ കിട്ടിയപ്പോ അവരുടെ മഹത്വമറിയുന്ന, അവരുടെ സ്ഥാനമറിയുന്ന സഹാബികളുണ്ടല്ലോ. ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ 3 മക്കളുണ്ടല്ലോ, അവരെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുകയാണ്. അവരുടെ തലയിൽ ഇങ്ങനെ തലോടുകയാ. കാരണം യതീമിന്റെ തലയിൽ തലോടിയ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കുമല്ലോ. യതീമിന്റെ തലയിലെ രോമം കയ്യിൽ തൊട്ടാൽ ആ തൊടുന്ന രോമത്തിനനുസരിച്ച് പടച്ചവനെ പാപം പുറത്തു കൊടുക്കുമെന്ന് മുത്തുനബി പഠിപ്പിച്ചിട്ടുണ്ട്. യതീമായ മക്കളെ സ്നേഹിച്ചാൽ, യതീമായ മക്കളെ ചുംബിച്ചാൽ നാളെ പ്രവാചകന്റെ അതിഥിയായി പടച്ചുറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ കഴിയുമെന്ന് മുത്തുനബി പറഞ്ഞു തന്നിട്ടുണ്ട്. അതുകൊണ്ട് അല്ലാഹുവേ, സഹാബികൾ മത്സരിക്കുകയാ. യതീമായ മക്കളെ ചുംബിക്കാ, യതീമായ മക്കളെ സ്നേഹിക്കാ, അവരുടെ തലയിലൊന്ന് തലോടുവാൻ. നിങ്ങളെ, നിന്റെ കുടുംബത്തിനും നിന്റെ പരിസരത്തും എത്രയോ യതീമായ മക്കളുണ്ട്, നിന്റെ കൂടപ്പറപ്പിന്റെ മക്കള്. അല്ലാഹുവേ, പടച്ചവനെ, എന്തേ നീ അവരെ മറന്നുപോയത്? അവരുടെ മഹത്വമാ, അവരുടെ സ്ഥാനമാ, അവനെ സ്നേഹിക്കുന്ന മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമാ. സഹാബികൾ മുഴുവനും ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കള് കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് ആ മക്കളെ സമാധാനിപ്പിക്കുകയാണ്. പടച്ചറപ്പേ, വീടിന്റെ കത്തിരിക്കുന്ന അസ്മാ എന്ന് പറയുന്ന 19 വയസ്സുള്ള പെണ്ണുണ്ടല്ലോ, ഈ രംഗമിങ്ങനെ കാണുകയാ, ഈ രംഗമിങ്ങനെ കാണുകയാ. വിളിച്ചു ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ജൗഫർ പോയോ നബിയേ, ജൗഫർ പോയോ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അസ്മാ, ജൗഫർ ഷഹീദായ അസ്മാ. 19 വയസ്സുള്ള 3 മക്കളുടെ ഉമ്മയായ ഒരു പെണ്ണിനോട് തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഷഹീദായെന്ന് മുത്തുനബി പറഞ്ഞപ്പോ അവിടുന്ന് കരഞ്ഞു വിളിച്ചില്ല, നെഞ്ചത്തടിച്ച് വിളിച്ചു കൂവിയില്ല, മുടിയടിച്ചിട്ടില്ല, പിടഞ്ഞ് താഴെ വീണില്ല. അവിടുന്ന് ചോദിച്ചതെന്തെന്നറിയോ? വീടിന്റെ മറയിൽ നിന്നിട്ട് അസ്മാ എന്ന് പറയുന്ന ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, അവിടുന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്കൊരു കാര്യം അറിയണം നബിയേ, എനിക്കൊരു കാര്യം അറിയണം നബിയേ. എന്തേ അസ്മാ, എന്തേ അറിയേണ്ടത്? ഭർത്താവ് മരണപ്പെട്ടെന്ന് പ്രവാചകൻ പറഞ്ഞപ്പോ ആ പെണ്ണ് ചോദിച്ചത്, എനിക്കൊരേ ഒരു കാര്യം അറിയണം നബിയേ. എന്തേ സുമാ, എന്തേ സുമാ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ,
എന്റെ ജൗഫർ മരിച്ചത് നോമ്പുകാരനായിട്ടാണോ? എന്റെ ജൗഫർ മരിച്ചത് നോമ്പുകാരനായിട്ടാണോ? അത് മാത്രം അറിഞ്ഞാ മതി എനിക്ക്. അള്ളാന്റെ റസൂൽ ചോദിച്ചു, എന്ത് നീ എങ്ങനെ ചോദിക്കാനുള്ള കാരണമെന്താ? നീ എങ്ങനെ ചോദിക്കാനുള്ള കാരണമെന്താ? യാ റസൂലല്ലാഹ്, ഞങ്ങൾ രണ്ടുപേരും മണിയറയ്ക്കകത്ത് കിടക്കുമ്പോ, ഭാര്യയും ഭർത്താവും മണിയറയ്ക്കകത്ത് കിടക്കുമ്പോ, ജൗഫർ റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു, പെണ്ണ്, എനിക്കൊരാഗ്രഹമുണ്ട്, എനിക്കൊരാഗ്രഹമുണ്ട്. നീ അല്ലാഹുവിനോട് ദുആ ചെയ്യുവോ? നീ അല്ലാഹുവിനോട് ദുആ ചെയ്യുവോ? ഭാര്യ ചോദിച്ചു, നിങ്ങളുടെ ആഗ്രഹമെന്താ? ഭാര്യ ചോദിച്ചു, നിങ്ങളുടെ ആഗ്രഹമെന്താ? അവിടെന്ന് പറയുന്നു, ജൗഫർ റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറഞ്ഞു, പെണ്ണ്, മരിക്കുന്ന സമയത്ത് എനിക്ക് നോമ്പുകാരനായിട്ട് മരിക്കണം, മരിക്കുമ്പോ നോമ്പുകാരനായിട്ട് മരിക്കണം. എന്നിട്ട് അല്ലാഹുവിന്റെ മുന്നിൽ പോയിരുന്നിട്ട് എനിക്ക് നോമ്പ് തുറക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമോ, എനിക്ക് വേണ്ടിയെന്ന് ദുആ ചെയ്യുവോ? ഭാര്യയോട് ഭർത്താവ് ആഗ്രഹം പറയുമ്പോ അവിടെന്ന് ദുആ ചെയ്തു, അല്ലാഹ്, എന്റെ ജൗഫറിന്റെ ആഗ്രഹം നീ സാധിച്ചു കൊടുക്കണേ അല്ലാഹ്. എന്റെ ഭർത്താവിന് നോമ്പുകാരനായി മരിക്കാ നീ ഭാഗ്യം കൊടുക്കണേ പടച്ചവര്. അവിടെന്ന് ദുആ ചെയ്യുകയാ. എന്റെ പ്രിയമുള്ളവര്, അല്ലാഹുവിന്റെ പ്രവാചകരോട് സഹാബികൾ പറഞ്ഞു, നബിയേ, 96 വെട്ടുകൊണ്ടിട്ട് കൈയില്ലാതെ കാലില്ലാതെ പടച്ചവരെ വെട്ടി മുറിച്ചിട്ട് അതാ മുഅത്തത്തിന്റെ രണാങ്കണത്തില് മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുമ്പോ ഒരു സ്വഹാബി വെള്ളവുമായി ഓടുകയാണ്, ഒരു സ്വഹാബി വെള്ളവുമായി ഓടുകയാണ്. ഓടിച്ചെന്നിട്ട് റബ്ബേ, അതാ ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ വായിലേക്ക് വെള്ളമൊടിച്ചു കൊടുക്കാൻ നോക്കുമ്പോ അവിടുന്ന് വിളിച്ചു പറഞ്ഞു, സ്വഹാബി, എനിക്ക് വെള്ളം തരല്ലേ, ഇന്നെനിക്ക് സുന്നത്ത് നോമ്പാ, എന്റെ നോമ്പ് മുറിപ്പിക്കല്ലേ, എനിക്ക് നോമ്പുകാരനായിട്ടാണ് മരിക്കേണ്ടത്, വെള്ളമില്ലാതെ തൊണ്ട പറ്റി വരണ്ടട്ട് എനിക്ക് ഇവിടെ കിടന്നിട്ട് മരിക്കണം. എന്നിട്ട് നാളെ പടച്ചറപ്പിന്റെ മുന്നിൽ പോയിരുന്നിട്ട് എനിക്ക് നാളെ അല്ലാഹുവിന്റെ മുന്നിൽ പോയിരുന്ന് എനിക്ക് ഈ നോമ്പ് തുറക്കണം സഹാബാ, എനിക്ക് വെള്ളം തരല്ലേ. എന്റെ ഭാര്യ ദുആ ചെയ്തിട്ട് എനിക്ക് അല്ലാഹു തന്ന ഭാഗ്യവാ. അവിടുന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ റസൂലുള്ളാഹി തങ്ങളെ വിളിച്ചു പറഞ്ഞു, അസ്മാ, റഅയ്തു ജൗഫറ മലകൈനി യതീറു മഅൽ മലായിക. എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മലക്കുകളുടെ കൂടെ പടച്ചറപ്പിന്റെ സ്വർഗത്തിലേക്ക് പറന്നു പോയെന്ന് പ്രവാചകൻ അവിടെന്ന് പറയുമ്പോ എന്തിനാ ഈ ചരിത്രം പറഞ്ഞതെന്നറിയുമോ? ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മരണവാർത്ത പറയാ പ്രവാചകനും സഹാബികളും കിടന്നു ചെന്നപ്പോ യതീമായ മക്കളെ കണ്ടപ്പോ പ്രവാചകൻ പറഞ്ഞു, സ്വഹാബാ, സ്നേഹിക്കു സ്വഹാബാ, ചുംബിക്കു സ്വഹാബാ. യതീമായ മക്കളുടെ മഹത്വമതാ. അതുകൊണ്ട് ജീവിതത്തിൽ ഒരുപാട് പാപം ചെയ്തവരാണ് ഉസ്താദേ, ഈ പാപങ്ങൾ മുഴുവനും എവിടെ കൊണ്ട് കഴുകിക്കളയാരോ? ഒരുപാട് പാപം ചെയ്തു ഉസ്താദേ, പൊന്നുമോരെ, പൊന്നു പെങ്ങള്, കഴുകിക്കളയാറുള്ള എളുപ്പ വഴി എന്തെന്നറിയോ? യതീമിന്റെ തലയിൽ കൈവച്ച് തടകിക്കോ, നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ യതീമായ മക്കളെ കണ്ട അവരുടെ തലയിൽ കൈവച്ചിട്ട് തടകണം. എത്ര രോമം നിന്റെ കയ്യിൽ തൊടുന്നുണ്ടോ അത്രയും പാപം അല്ലാഹു പുറത്തു തരുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാളെ പ്രവാചകന്റെ കൂട്ടുകാരായി സ്വർഗത്തിലേക്ക് കടക്കണമെങ്കിൽ മൂന്നാമത്തെ വഴി അത് യതീമിനെ സ്നേഹിക്കണം. കാരണം പ്രവാചകൻ യതീമായിരുന്നു. അതിന്റെ വേദന, അതിന്റെ പ്രയാസം എല്ലാവരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചരിത്രം പറയും. പെരുന്നാളിന് പള്ളിയിലേക്ക് പോയപ്പോ, പെരുന്നാളിന് പള്ളിയിലേക്ക് പോകുമ്പോ
പോകുമ്പോ കുട്ടികളൊക്കെ കളിക്കുന്നു, ഒരു യതീമായ കുഞ്ഞിരുന്ന് കരയുന്നു. പ്രവാചകൻ ആ കുഞ്ഞിനെ എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്ത് വസ്ത്രം ധരിപ്പിച്ച ചരിത്രമൊക്കെ പറയുന്നത് വെറുതെ ഒന്നുമല്ല സഹോദര, നമുക്കും ആ മനസ്സുണ്ടാകുന്നതിന് വേണ്ടിയാ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നാളെ റബ്ബിന്റെ സ്വർഗത്തിലേക്ക് കടക്കാനുള്ള മൂന്നാമത്തെ വഴി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അന വഖാഫിൽ യതീമി ഫീ ജന്ന. നിങ്ങൾ യതീമീങ്ങളെ സഹായിക്ക്, യതീമീങ്ങളെ സ്നേഹിക്ക്. യതീമിനെ സ്നേഹിച്ച നാളെ സ്വർഗത്തിൽ എന്റെ കൂടെ ഒരുമിച്ചാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അപ്പം 3 കാര്യം പഠിച്ചു. ഒന്നാമത്തെ കാര്യം, സുജൂദുകൾ അധികരിപ്പിക്കണം. എത്ര നമസ്കരിക്കാൻ കഴിയുമോ അത്രയും ഫർദുകളും സുന്നത്തുകളുമായി നിസ്കാരത്തിന്റെ വിഷയത്തിൽ എത്ര നമുക്ക് അമിതമായി ചെയ്യാൻ കഴിയുമോ അത്രയും ജീവിതത്തിൽ ചെയ്ത പ്രവാചകന്റെ കൂട്ടുകാരനായി സ്വർഗത്തിൽ പോകാം. 2, പ്രവാചകന്റെ സ്വഭാവം ഹുസ്നുൽ ഖുൽഖ്, സൽ സ്വഭാവം. നമ്മൾ അങ്ങനെ ആകണം. നമ്മുടെ സ്വഭാവം അത്രയൊക്കെ ഒന്നും ആകാൻ പറ്റിയില്ലെങ്കിലും കുറച്ചൊക്കെ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരുത്തണം. ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളിലും പ്രവാചകൻ കാണിച്ചു തരാത്ത ഒരു കാര്യം പറ. എന്റെ സഹോദര, ഭാര്യയും ഭർത്താവും ബന്ധപ്പെടേണ്ടത് എങ്ങനെയാണെന്ന് വരെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരു ഭാര്യയും ഭർത്താവും ബന്ധപ്പെട്ടാൽ അതിന് ഇബാദത്തിന്റെ കൂലിയുണ്ടെന്ന് നബിയിനാ റസൂലുള്ളാഹി ഒക്കെ പറഞ്ഞ നബിയിനാ റസൂലുള്ളാഹി. വേറെ ഏതെങ്കിലും ഒരു മതത്തിൽ കാണിക്കാൻ പറ്റുമോ? എടാ, ഒരു ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടുന്നതിന് പോലും ഇബാദത്തിന്റെ കൂലി. പക്ഷെ ഇബാദത്തിന്റെ കൂലി കിട്ടണമെങ്കിൽ എങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടാ. ഒരു ഭാര്യയുടെ ആഗ്രഹം ഒരു ഭർത്താവ് സാധിപ്പിച്ചു കൊടുത്താൽ, ഒരു ഭർത്താവിന്റെ ആഗ്രഹം ഭാര്യ സാധിപ്പിച്ചു കൊടുത്താൽ അതിന് ഇബാദത്തിന്റെ കൂലി കിട്ടുമെന്ന് പഠിപ്പിച്ച മതം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ച ബാത്റൂമിന്റെ അകത്ത് കയറുമ്പോൾ നീ എങ്ങനെ കയറണം? വേറെ ഏതെങ്കിലും ഉണ്ടോ? ഓടി ചാടി കയറി നിന്ന് മൂത്രമൊഴിച്ചിട്ട് പോണ കാലം. കാള പോലെ റോഡിൽ നിന്നിട്ട് മൂത്രമൊഴിക്കുന്നില്ലേ മനുഷ്യന്മാരെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വന്തം ജീവിതം കൊണ്ട് കാണിച്ചു തന്നു ഏത് കാല് വെച്ച് കയറണം, മോനെ എന്തു പറഞ്ഞുകൊണ്ട് കയറണം. അതിനകത്ത് ഇരിക്കുമ്പോ ഏത് കാല് ആശ്രയിച്ചിരിക്കണം. നോക്ക്, ഏത് കാലിന് നീ ആശ്രയിച്ചിരിക്കണം, അതിനകത്ത് എന്തെല്ലാം പറയാൻ പാടില്ല, എങ്ങനെ ശുദ്ധീകരിക്കണം, ഇറങ്ങി പോകുമ്പോ ഏത് കാല് വെക്കണം, ഏത് ദുആ ചെയ്യണം, ഇത് പഠിപ്പിച്ചു. അള്ളാഹു നമുക്കത് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അതാ ജീവിതം, അല്ലാതെ ഈ കൊടികെട്ടലും ആഘോഷമൊന്നുമല്ല. അത് മാത്രമല്ല പ്രവാചകനോടുള്ള സ്നേഹം. പ്രവാചകനോടുള്ള സ്നേഹം അതിന്റെ ഏറ്റവും വലിയ അടയാളം. ആ ജീവിതം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ് ഏറ്റവും നല്ല മാന്യനായിട്ട് ജീവിക്ക്. എന്റെ പ്രിയമുള്ളവരെ, ചരിത്രത്തിൽ കാണാം, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ, അവിടെ മഹദി എവിടെ നിന്ന് ചോദിച്ചു, പ്രവാചകനോടൊക്കെ ചോദിച്ചു അത്രേ. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയെ ആദ്യം വിവാഹം കഴിച്ചത് അബൂ സലമയായിരുന്നു. അബൂ സലമ റളിയല്ലാഹു തആല അൻഹു മരണപ്പെട്ടു. അവിടെ നിന്ന് മരണപ്പെട്ടപ്പോ പ്രവാചകൻ കാണാൻ പോകുമ്പോ അവിടെ നിന്ന് പറഞ്ഞു, ദുആ ചെയ്യ്, അല്ലാഹു നിനക്ക് ഇതിനെക്കാളും ഖൈറായത് തരും, ദുആ ചെയ്യാൻ. എന്റെ പ്രിയമുള്ളവരെ, ആ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹുവിനെ പ്രവാചകനാ വിവാഹം കഴിച്ചത്. മുത്തുനബിയുടെ ഭാര്യയാണ് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ. അപ്പൊ 2 ഭർത്താക്കന്മാരുണ്ട്. അപ്പൊ ഈ സഹാബി വനിത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ, 2 ഭർത്താക്കന്മാരുണ്ടെങ്കിൽ സ്വർഗ്ഗത്തിൽ ആരെയായിരിക്കും ഭർത്താവായിട്ട് കിട്ടുക? ഒരു പെണ്ണ് അങ്ങനെ ഒന്ന് ഭർത്താവ്, ആദ്യം ഒരു ഭർത്താവുണ്ട്, ഭർത്താവ് മരണപ്പെട്ടു പോയി, രണ്ടാമതൊരാള് വിവാഹം കഴിച്ചു. അപ്പൊ 2 ഭർത്താവാണല്ലോ. അപ്പൊ സ്വർഗത്തിൽ ചെല്ലുമ്പോ ആരെയാണ് ഭർത്താവായിട്ട് കിട്ടുക? കാരണം ഒന്നാമത്തെ ഭർത്താവ് അബൂ സലമ റളിയല്ലാഹു തആല അൻഹു, രണ്ടാമത്തെ ഭർത്താവ് മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് രണ്ടാമത്തെ ഭർത്താവ്. അപ്പൊ ഈ പെണ്ണ് ചോദിക്കാം, മഹദി ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, 2 പേരിൽ ആരെയാ എനിക്ക് കിട്ടാൻ? അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏറ്റവും നല്ല സ്വഭാവമുള്ള ആളെയാണ് നാളെ നിനക്ക് ഭർത്താവായിട്ട് കിട്ടുക. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹു വലിയ സന്തോഷമായി എന്ന ചരിത്രം പഠിപ്പിക്കുന്നു. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് പ്രവാചകൻ കാണിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം എടുത്തു നോക്കൂ, കുടുംബ ജീവിതം എടുത്തു നോക്കൂ. ഇതുപോലെ പഠിക്കാൻ ഏറ്റവും മനോഹരം, പ്രവാചകന്റെ ജീവിതം കണ്ടു പഠിച്ച ലോകത്ത് ഇതിനേക്കാളും മനോഹരമായ ഒന്നുമില്ല. പ്രവാചകന്റെ ജീവിതം, സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം. ഇന്നത്തെ പെണ്ണുങ്ങൾക്ക് പണം ഉണ്ടെങ്കിൽ മാത്രമേ ജീവിക്കാൻ പറ്റൂ. അത് പണമൊന്നുമില്ല, കീറിക്കിടക്ക വീടില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗള ശരീഫ് ഇരിക്കുന്ന ഭാഗത്ത് പ്രവാചകന്റെയും ഭാര്യമാരുടെയും വീടൊക്കെ ആ കാണുന്ന ആ ഒരു ചെറിയ റൂമിനകത്തായിരുന്നു. എത്ര വീടുകൾ!
എന്റെ പ്രിയമുള്ളവർ, ഇന്ന് 1 ഏക്കറിന്റെ അകത്ത് വലിയ വീട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്, തന്റെ ഭാര്യമാരുടെ വീട്, ആ കാണുന്ന ഒരു ചെറിയ ഹുജറ, അതിനകത്തായിരുന്നു എല്ലാവരുടെയും വീട്. സന്തോഷവും സമാധാനവും ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, അടിയില്ല, വഴക്കില്ല, ബഹളമില്ല, ഒന്നുമില്ല. വളരെ സന്തോഷത്തോടുകൂടി ജീവിച്ച് കാണിച്ചു തന്നു. ഒരു ഭാര്യമാരല്ല, എത്രണ്ണം. നമുക്കൊക്കെ ഒരെണ്ണേ ഉള്ളൂ, നമുക്കൊക്കെ ഒരെണ്ണേ ഉള്ളൂ. അള്ളാഹു അതിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ, അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ജോളിയുടെ ചരിത്രം വായിച്ചു, 6 എണ്ണത്തിനെ ഓള് തട്ടി, 6 എണ്ണത്തിനെ അങ്ങോട്ട് തട്ടിക്കളഞ്ഞു. നിങ്ങൾ അങ്ങനെ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ, അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ സാരിഹത്താക്കി തരുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്നു. നമ്മൾ ഒരെണ്ണത്തിനെ കെട്ടിയിട്ട് സക്കറാത്തിന്റെ വലിയ വരിക്കണേ. പ്രവാചകൻ എത്ര ഭാര്യമാരുണ്ടായിരുന്നു? പറയറ, എത്ര ഭാര്യമാരുണ്ടായിരുന്നു? പറ, അറിയില്ല. 11 ഭാര്യമാരുമായിട്ട് എങ്ങനെ ജീവിക്കണമെന്ന് കാണിച്ചു തന്നു സഹോദര. വെറും വികാരം തീർക്കലൊന്നുമല്ല, അതൊക്കെ വിവരം ഇല്ലാഞ്ഞിട്ടാണ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നു എങ്ങനെ ജീവിക്കണം. അൽഹംദുലില്ലാഹ്, എന്ത് മനോഹരം. അവസാനം സഹാബത്ത് അവർക്ക് പടച്ചവർ എന്തൊരു ഒത്തൊരുമ, ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തന്നു. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, നിങ്ങൾ വിവാഹം കഴിച്ചാൽ വിവാഹം സമാധാനം തരുന്ന ഒരു കാര്യമാണെന്ന് ഖുർആൻ പറഞ്ഞു. പക്ഷെ നമുക്ക് സമാധാനമില്ലാത്തത് മുത്തുനബിയുടെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് എങ്ങനെ ജീവിക്കണമെന്ന്, പട്ടിണിയെങ്കിൽ പട്ടിണി, ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, സന്തോഷത്തോടുകൂടി. ഒരു ദിവസം വീട്ടിലേക്ക് കടന്നു വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, ആയിഷ, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല നബിയെ, ഒന്നുമില്ല. മിണ്ടാതെ കയറി വീടിന്റെ അകത്ത് കിടന്നു. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ പ്രവാചകന്റെ വയറ് ഒട്ടിക്കിടക്ക. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അടുത്ത് എന്നിട്ട് വയറിലിങ്ങനെ തടക, കണ്ണീന്ന് കണ്ണുനീര് വീഴുന്നുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ ഞെട്ടി ഉണർന്നിട്ട് ചോദിച്ചു, എന്താ കരയണേ? നബിയെ, ഒരു നേരത്തെ അന്നം ചോദിച്ചിട്ട് തരാ എന്റെ കയ്യിലില്ലല്ലോ. നിങ്ങൾ വിശന്ന് വീടിന്റെ അകത്ത് കയറി വന്ന ഭക്ഷണം ചോദിച്ചിട്ട് തരാ എന്റെ കയ്യിൽ ഇല്ലാതെ പോയല്ലോ. അള്ളാന്റെ റസൂല് കെട്ടിപ്പിടിച്ചിട്ട് വെച്ചത്, നീ എന്റെ കൂടെ ഇല്ലേനാ. പട്ടിണിയാണെങ്കിൽ നീ എന്റെ കൂടെ ഉണ്ടല്ലോ, അതിനേക്കാൾ സന്തോഷം എന്തേ? അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, പ്രവാചകന്റെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആ പ്രവാചകന്റെ ചരിത്രം പഠിച്ച് ആ ജീവിത ശൈലി നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുപോകാൻ, നമ്മുടെ സ്വഭാവങ്ങളൊക്കെ നന്നാക്ക്, നമ്മുടെ സ്വഭാവത്തിലൊക്കെ മാറ്റം വരുത്തി ഈ പഴയ അലംഭാവങ്ങളും ഈ മോശമായ സ്വഭാവങ്ങളും ഇതെല്ലാം കളഞ്ഞിട്ട് ആ ഹുസ്നുൽ ഖുൽഖ്, നല്ല സ്വഭാവം ജീവിതത്തിലേക്ക് കൊണ്ടുപോകാം. സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ പേര് കിടക്കുന്നത് 2 കാര്യം കൊണ്ടാണ്. 2 നന്മയുള്ളത് കൊണ്ടാണ് സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ പേര് കിടക്കുന്നത്. 1 തഖ്വ, 2 ഹുസ്നുൽ ഖുൽഖ്. നബി മുഹമ്മദ് മുസ്തഫ നല്ല സ്വഭാവം അതുള്ളവരാണ് സ്വർഗത്തിൽ ഏറ്റവും കൂടുതൽ കിടക്കുന്നത്. അള്ളാഹു അക്കൂട്ടത്തിൽ നമ്മുടെ പെടുത്തുമാറാകട്ടെ. 3 പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യതീമായ മക്കളെ കണ്ടാ കെട്ടിപ്പിടിച്ചോണം, യതീമായ മക്കളെ കണ്ടാ സ്നേഹിച്ചോണം, തെരഞ്ഞു നടന്ന് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ചെയ്തു കൊടുക്ക്. നാളെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ പോകാം. അള്ളാഹു എനിക്ക് നിങ്ങൾക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു എനിക്ക് നിങ്ങൾക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 2 കാര്യം കൂടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നിർത്താറായോ? 11 മണിയായി. അതാ വാച്ചി നോക്കണേ. എന്താ ശരി? നിർത്താറായോ? 2 നാളെ പറഞ്ഞാ മതിയാ? 2 നാളെ പറഞ്ഞാ മതിയാ? പറയറോ? ഒരെണ്ണം കൂടെ പറയാതിരിക്കോ? ഇന്ന് പറയണം, നാളെ പറയണോ? ഇന്ന് പറയണോ, നാളെ പറയണോ? 2 കാര്യങ്ങൾ. അൽഹംദുലില്ലാഹ്, ഈ സദസ്സിരിക്കണ എല്ലാവരുടെ മുഖത്ത് വലിയ വിഷമമാണ്. പക്ഷെ ഇനിയുള്ള 2 കാര്യങ്ങൾ അത് വളരെ നിസ്സാരമല്ല. നമ്മളൊക്കെ അള്ളാഹുവെ, പ്രവാചകന്റെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ പോകാൻ ഇത്രയും നല്ലൊരു അവസരം ഉണ്ടോ എന്ന് ചിന്തിച്ചു പോകും. ഈ പറയുന്ന 2 കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്താൽ നാളെ മുത്തുനബിയുടെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ പോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉറക്കപ്പറ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അള്ളാഹു നമുക്ക് നാളെ പ്രവാചകന്റെ കൂട്ടുകാരായി, നാളെ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിൽ കടന്നു പോകാൻ അള്ളാഹു എനിക്കും നിങ്ങൾക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും എഴുന്നേറ്റ് ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, ഒരു 3 സ്വലാത്ത് സല്ലല്ലാഹു അലാ ശരി. അള്ളാഹു നമ്മുടെ ഈ സദസ്സ് പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ.
സംഘാടകർ നിങ്ങളുടെ കയ്യിലേക്ക് ഒരു കവർ തരുന്നു. സംഘാടകർ നിങ്ങളുടെ എല്ലാവരുടെ കയ്യിലും ഒരു കവർ തരുന്നുണ്ട്. ആ കവറിന്റെ അകത്ത് അൽഹംദുലില്ലാ നാളെ വരുമ്പോ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പഠിക്കുന്ന ഈ മക്കളുടെ ഭക്ഷണത്തിന്റെ ചെലവിന്റെ കാശ് അതിന്റെ അകത്തുണ്ടാകണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ കുട്ടികൾക്ക് എങ്ങനെ ഒരു ദിവസത്തെ ഭക്ഷണത്തിന്റെ പൈസ? ഒരു ദിവസത്തേക്ക് അൽഹംദുലില്ലാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇൻഷാ അല്ലാഹ് നാളെ നിങ്ങളൊക്കെ വരുമ്പോ നാളെ ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ 99 പേര് അസ്മാഉൽ ഹുസ്ന പറഞ്ഞ് ഇൻഷാ അല്ലാഹ് മുത്തുനബിയുടെ പേരിൽ 10 സ്വലാത്ത് പറഞ്ഞിട്ട് വേണം നമുക്ക് ദുആ ചെയ്യാൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ നാളെ നിങ്ങൾ വരുമ്പോ നിങ്ങളുടെ കയ്യിൽ ഒരു കവർ തരുന്നുണ്ട്. ആ കവറിന്റെ അകത്ത് ഒരു 313 രൂപ, ഏറ്റവും കുറഞ്ഞത്. ബദരീങ്ങളുണ്ടല്ലോ, അവര് നമ്മളെ കൈവിടാത്തവരാ, നമുക്ക് ശഫാഅത്ത് ചെയ്യാൻ അർഹതയുള്ളവരാ. അപ്പൊ ആ ഒരു 313 രൂപ നിങ്ങളുടെ കയ്യിൽ തരുന്ന കവറിന്റെ അകത്ത് വെച്ച് ഇൻഷാ അല്ലാഹ് നാളെ വന്ന ഉടനെ അവരിങ്ങനെ അവിടെ അവരുണ്ടാകും. വന്ന ഉടനെ നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് അതിന്റെ മുകളിൽ എഴുതിയിട്ട് അവിടെ ഏൽപ്പിച്ചിട്ട് വേണം നിങ്ങൾ ഇവിടെ വന്നിരിക്കാൻ. ഇൻഷാ അല്ലാഹ് നാളെ ഇൻഷാ അല്ലാഹ് അവസാനം അള്ളാഹുവിന്റെ 99 പേരുകൾ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമുക്ക് അള്ളാഹുവിന്റെ മുന്നിൽ ആത്മാർത്ഥമായി ദുആ ചെയ്ത് പിരിയണം. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്ന് നിർത്തണോ? നാളെ ഉണ്ടല്ലോ, അതുകൊണ്ടാ. നാളെ ഇനിയിപ്പോ രാവിലെ മുതൽ പരിപാടിയാ. നാളെ രാവിലെ ഉംറ ക്ലാസ് എവിടെ വെച്ചാടാ? നാളെ ഉംറ ക്ലാസ്, രാവിലെ ഉംറ ക്ലാസ് ഉണ്ട്. നാളെ വൈകുന്നേരം OMS തങ്ങളുടെ വീട്ടില് സ്വലാത്ത്, രാത്രി ഇവിടെ വഴത്. 3 പരിപാടിയാണ് ഉംറക്ക്. അൽഹംദുലില്ലാ. നാളെ എവിടെ വെച്ചാ ഉംറ ക്ലാസ്? ഇവിടെ വ്യാപാര ഭവൻ, പെരിന്തൽമണ്ണയിൽ. വ്യാപാര ഭവൻ എവിടാന്ന് എനിക്കറിയില്ല. രാവിലെ അവിടെ വെച്ച് ഫ്രീയാ ഉംറ ക്ലാസ്, കുഴപ്പമൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് കഴിയുന്നവരൊക്കെ പങ്കെടുക്കണം. അൽഹംദുലില്ലാ. അവിടെ പിന്നെ പിരിവൊന്നും ഇല്ലല്ലോ. ഉംറയുടെ ക്ലാസ് ആണ് ഈ മാസം 13-ാം തീയതി. ഇൻഷാ അല്ലാഹ് ഉംറയ്ക്ക് പോകുന്നുണ്ട്. അള്ളാഹു യാത്ര എളുപ്പമാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് രാവിലെ